വർഷത്തിലെ എല്ലാ മാസങ്ങൾക്കും കളർ ഉണ്ടായിരുന്നെങ്കിൽ സംഭവം കളറായനല്ലേ. എല്ലാ മാസങ്ങൾക്കും ഉണ്ടോ എന്നറിയില്ല, പക്ഷേ ഒക്ടോബർ ഹാസ് എ കളർ ആൻഡ് ഇറ്റ് ഇസ് പിങ്ക്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ പറയുന്നതിനേക്കാൾ ഭംഗിയായി അത് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാൾ, ദി പെർഫെക്ഷനിസ്റ്റ്, ക്യാൻസർ ഹീലർ ഹിംസെൽഫ് ഇസ് വിത്ത് മീ ഇന്ന് ടുഡേ. അപ്പോൾ ഡോക്ടർ ജോജോ, വെൽക്കം ടു ആരോഗ്യം. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ പോലെ ഒക്ടോബർ പിങ്ക് മന്ത് ആവുന്നത് എന്തുകൊണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് എനിക്കറിയാം, പക്ഷേ ഐ വുഡ് ലൈക്ക് യു ടു ഡിസ്ക്രൈബ്. നമ്മുടെ പ്രധാനപ്പെട്ട ക്യാൻസറുകൾക്കെല്ലാം ബോധവൽക്കരണത്തിനായിട്ട് ഈ ഒരു വർഷത്തിലെ ഓരോ മാസങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ മാസത്തിനും കളറും ഉണ്ട്. അപ്പോൾ അതിൽ ഈ പിങ്ക് പ്രധാനമായിട്ട്, ഇത് ഒക്ടോബർ എന്ന് പറയുന്നത് പിങ്ക് കളറാണ് കൊടുത്തിരിക്കുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ്സിന് വേണ്ടിയുള്ള മാസമാണ് ഒക്ടോബർ. അതിനെയാണ് നമ്മൾ പിങ്ക് മന്ത് എന്ന് പറയുന്നത്. ഈ പിങ്ക് കളറാണ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നത്. പിങ്ക് കളറിനേക്കാൾ ഉപരി പിങ്ക് റിബണാണ്. പിങ്ക് എന്ന് പറഞ്ഞ ഒരു ഫെമിനിൻ കളറാണ്. ഹോപ്പ്, സോഫ്റ്റ്നെസ്, അതൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കളറായിട്ടാണ് പിങ്ക് കളറിനെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ പിങ്ക് കളറിനെ ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറിനെ സിംബലൈസ് ചെയ്യാനായിട്ട് പിങ്ക് റിബൺ അല്ലെ പിങ്ക് കളർ നമ്മൾ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒക്ടോബറിനെ നമ്മൾ പിങ്ക് മന്ത് എന്ന് പറയുന്നത്. എല്ലാ വർഷവും ഇതുപോലെ നമ്മൾ അവയർനെസ് കൊടുക്കുമ്പോൾ ഒരു മോട്ടോ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ വർഷം ഒക്ടോബർ 2025 മോട്ടോ എന്താ? അതായത് എവരി സ്റ്റോറി ഈസ് യുണീക്ക്, എവരി ജേർണി മാറ്റേഴ്സ്. അതായത് നമ്മുടെ ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് ആണ്. അതായത് ഒരാളുടെ കഥ പോലെ ആയിരിക്കത്തില്ല മറ്റൊരാളുടെ കഥ, അല്ലെങ്കിൽ അതുകൊണ്ട് ഓരോരുത്തർക്ക് ഇൻഡിവിജ്വൽ കെയർ കൊടുക്കുക. അപ്പോൾ ആ ഇൻഡിവിജ്വൽ സ്റ്റോറി മാറ്റേഴ്സ്, അങ്ങനെയാണ് ഈ വർഷത്തെ മോട്ടോ എന്നുള്ളത്. ഓക്കെ, ഇപ്പം നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കാര്യം പറയുമ്പോഴേ ഓരോ പ്രാവശ്യം ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയുമല്ലോ, അത് ഓരോ പ്രാവശ്യം കൂടിക്കൂടി വരികയാണ്. അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ വായിച്ചത് എന്താ വെച്ചാൽ 10 പേരിൽ 8 പേർക്ക് ദർ ആർ ഹൈ ചാൻസസ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ എന്നാണ്. അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ലെവൽ എങ്ങനെയാണ്? അത് ഇയർലി നമ്മുടെ ഏറ്റവും ഒറിജിനൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് അമേരിക്കൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് 1 in 8 ആൾക്ക്, ഒരു ഫീമെയിലിന് ലൈഫ് ടൈമിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാമെന്നുള്ളതാണ് അവിടുത്തെ കണക്ക്. അങ്ങനെ പക്ഷേ നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ ആ ഒരു ലെവലിൽ എത്തിയിട്ടില്ലായിരുന്നു. പക്ഷേ വി ആർ ഫാസ്റ്റ് അപ്രോച്ചിങ് നമ്മൾ ആ ഒരു ലെവലിലേക്ക്. അതായത് 1 in 8 ഫീമെയിൽ വിൽ ഹാവ് ബ്രസ്റ്റ് ക്യാൻസർ ഇൻ ഫുൾ ലൈഫ് ടൈം എടുത്ത്, അങ്ങനെ ഒരു ഓൾമോസ്റ്റ് ആ ഒരു ലെവലിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. കേൾക്കുമ്പോൾ നമ്മൾ ഫാസ്റ്റ് അപ്രോച്ചിങ് എന്നൊക്കെ പറയുമ്പോൾ എന്തോ നമ്മൾ അച്ചീവ് ചെയ്ത പോലെ തോന്നും നമുക്ക്. പക്ഷെ ഒരു പേടിയുണ്ട്, കാരണം എന്ന് വെച്ചാൽ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പോൾ വൈ ഈസ് ഇറ്റ് സോ കോമൺ? കാരണം ഔട്ട് ഓഫ് ഓൾ ദി ക്യാൻസേഴ്സ് ബ്രസ്റ്റ് ക്യാൻസർ ആണ് ഏറ്റവും കോമൺ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ ഇത്ര കോമൺ ആവുന്നത്? അതായത് ബ്രസ്റ്റ് ക്യാൻസർ നമ്മളൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മളുടെ ജീവിതശൈലിയിൽ വരുന്ന വ്യത്യാസങ്ങളാണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫാസ്റ്റ് അപ്രോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയും വളരെ ഫാസ്റ്റായിട്ട് ഈ വെസ്റ്റേൺ സംസ്കാരത്തിലുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ പോവുകയാണ്. എക്സ്പെഷ്യലി അവരുടെ ബാഡ് ഹാബിറ്റ്സ് നമ്മൾ അക്വയർ ചെയ്യുന്നുണ്ട്, പക്ഷേ അവരുടെ നല്ല ഹാബിറ്റ് നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ ആ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത അവരുടെ അത്രയും, അതായത് 1 in 8 എന്നുള്ള ആ ഒരു ലെവലിലേക്ക് എത്താനുള്ള കാരണം. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്ന് സാർ പറഞ്ഞ സ്ഥിതിക്ക് ആ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കുന്ന ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഇല്ലേ, അതെന്തൊക്കെയാണെന്ന് പറയുമോ? പ്രധാനമായിട്ടും നമ്മളുടെ എക്സസൈസ് ഇല്ലായ്മ അല്ലെങ്കിൽ വ്യായാമക്കുറവും പിന്നെ ഡയറ്റിൽ വരുന്ന വ്യത്യാസം. അതായത് നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു കാർഷിക സംസ്കാരമായിരുന്നു. അപ്പോൾ നമ്മൾ നല്ലപോലെ അധ്വാനിക്കും, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും, അത് നമ്മൾ കഴിക്കും, നല്ലപോലെ കഴിക്കും. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മളുടെ ഈ എക്സസൈസ് അല്ലെങ്കിൽ അധ്വാനം ഇല്ലാതായി നമ്മളുടെ ജോലി എല്ലാം ഇരുന്നുകൊണ്ട് അല്ലെ നിന്നുകൊണ്ട്, മാക്സിമം എല്ലാവരും ഇരുന്നുകൊണ്ട് തന്നെയുള്ള ജോലിയിലേക്ക് മാറി, എക്സസൈസ് ചെയ്യാതെയായി. പക്ഷേ ഭക്ഷണക്രമം ഏതാണ്ട് അതുപോലെ തുടർന്നു. അതുപോലെ തന്നെ ഭക്ഷണക്രമത്തിൽ വ്യത്യാസം വന്നു. നമ്മൾ നേരത്തെ അരി കുത്തരി വെച്ചിരുന്ന് കഴിച്ചിരുന്ന നമ്മൾ അത് മാറ്റി അരിയെ പോളിഷ് ചെയ്ത് അതിനെ ഒരു റിഫൈൻഡ് ആക്കി, അല്ലെങ്കിൽ അതുപോലെ ഗോതമ്പിൻ്റെ പൊടി മാറ്റിയിട്ട് നമ്മളതിനെ റിഫൈൻ ചെയ്ത് മൈദയാക്കി. അതുപോലെ തന്നെ നമ്മളുടെ ഭക്ഷണത്തിലേക്ക് ധാരാളം വറുത്തതും പൊരിച്ചതും കൂടി വന്നു. ഫ്രഞ്ച് ഫ്രൈസ്, അതുപോലെ തന്നെ നമ്മുടെ ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാസ്റ്റ് ഫുഡ്, ബർഗർ, അതുപോലെയുള്ള ഫാസ്റ്റ് ഫുഡ്. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ എക്സസൈസ് ഇല്ലായ്മയും പ്രോസസ്ഡ് മീറ്റിൻ്റെ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് കൂടുതൽ ഉൾപ്പെടുത്തുന്നതുമാണ് നമ്മളുടെ ഈ ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത വർദ്ധിക്കാനുള്ള പ്രധാന കാരണം. ഓക്കെ, ബ്രസ്റ്റ് ക്യാൻസർ, ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കാര്യത്തിൽ നമ്മൾ മിക്കവാറും പറയുന്ന ഒരു കാര്യം, ബ്രസ്റ്റ് ക്യാൻസർ അല്ല എല്ലാ ക്യാൻസറും ഏർലി ഡിറ്റക്ഷൻ ആണ് ഏറ്റവും വലിയ കാര്യം. അതായത് സോ ദാറ്റ് അയാൾക്ക് ഏറ്റവും പെട്ടെന്ന് അത് ക്യൂർ ചെയ്ത് പോകാൻ ഏർലി ഡിറ്റക്ഷൻ വേണമെന്നാണല്ലോ പറയുക. പക്ഷേ ചില സമയത്ത് ഡിറ്റക്റ്റ് ചെയ്താലും ഡൗട്ട് തോന്നിയാലും ഡോക്ടറിനെ പോയി കാണാൻ ഒരു മടി ഉണ്ടാവാറുണ്ട് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കേസിന്. അതൊരു മിസ്റ്റേക്കാണ് യൂഷ്വലി
കൂടുതലും ലേഡീസ് ചെയ്യുന്നത്. അതല്ലാതെ ഡോക്ടറെ അടുത്ത് വരുന്ന പേഷ്യൻസ് ചെയ്യുന്ന വേറെ മിസ്റ്റേക്സ് എന്തൊക്കെയാണ് ദാറ്റ് മേക്സ് ദിസ് വേഴ്സ്? പ്രധാനമായിട്ടും ഈ പറഞ്ഞ പ്രശ്നം തന്നെയാണ് പ്രധാനമായിട്ടുള്ള കാര്യം. അതായത് ഇത് ഒരു ലക്ഷണം അല്ലെങ്കിൽ ഒരു സംശയം തോന്നിയാലും ഒന്ന് നാണം കൊണ്ട് പോകാതിരിക്കും, ബ്രസ്റ്റ് കാണിക്കാൻ പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. രണ്ടാമത് ഇതെനിക്ക് വരാൻ പറ്റും, എനിക്ക് വരില്ല, അത് അടുത്തുള്ള ആൾക്കാർക്ക് എനിക്കൊരിക്കലും ഈ അസുഖം വരില്ല, അങ്ങനെ ഒരു ചിന്താഗതി. പിന്നെ മൂന്നാമത് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇപ്പോൾ എൻ്റെ വീട്ടിൽ എക്സാം നടക്കുന്ന, അല്ലെങ്കിൽ കുട്ടികൾക്ക് പരീക്ഷ നടക്കുന്ന, അല്ലെങ്കിൽ ഭർത്താവിന് ജോലിയുണ്ട്, അല്ലെങ്കിൽ മക്കളുടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ കുടവാകില്ല, ഇതെല്ലാം കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിങ്ങനെ നീട്ടി വയ്ക്കും. അപ്പോൾ അവസാനം വരുമ്പോഴത്തേക്കും ഇത് ആദ്യം എന്താ പറയുക, നമ്മൾ ക്യൂറബിൾ ആയിരുന്ന ഒരു സാധനം നോൺ ക്യൂറബിൾ ആയിട്ട് മാറും. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ പറയുമ്പോഴേ, ബ്രസ്റ്റ് ക്യാൻസർ എന്നല്ല ഏതൊരു ക്യാൻസറും നമുക്ക് എത്രയൊക്കെ നമ്മൾ ക്യൂറബിൾ ആണ് എന്ന് പറഞ്ഞാലും ഇപ്പോഴും നമ്മൾ മലയാളികൾ വിശ്വസിക്കുന്നത് അത് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. വൺസ് ക്യാൻസർ വന്നാൽ പിന്നെയും വരാനുള്ള സാധ്യതയും പിന്നെ ആ ക്യാൻസർ മൂലം തന്നെ അയാൾ മരണപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഈസ് ദിസ് കംപ്ലീറ്റ്ലി ക്യൂറബിൾ? ബ്രസ്റ്റ് ക്യാൻസർ ഈസ് ക്യൂറബിൾ ഇഫ് ഡിറ്റക്റ്റഡ് ഏർലി. അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് സെൻറ്റൻസ്. അതായത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാൽ സ്തനാർബുദം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാം. നമ്മൾ ഈ ഏത് അസുഖത്തെയും, നമ്മൾ ക്യാൻസർ മാത്രമല്ല, നമ്മളൊരു സിമ്പിൾ വൈറൽ ഫീവർ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മളൊരു ന്യൂമോണിയ ആണെങ്കിൽ പോലും, നമ്മളത് തുടക്കത്തിൽ കണ്ട് ചികിത്സിച്ചെങ്കിൽ മാത്രമേ അത് പൂർണ്ണമായിട്ടും ക്യൂർ ആകുന്നുള്ളൂ. ആ അസുഖങ്ങൾ നമ്മൾ ഇതുപോലെ ലേറ്റ് സ്റ്റേജിലാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മൾ മരിച്ചു പോകും. അതുകൊണ്ട് നേരത്തെ കണ്ടുപിടിക്കുക, ചികിത്സിക്കുക എന്നുള്ളതാണ് പ്രധാനം. ബട്ട് ഒന്നും കൂടെ ഉറപ്പിച്ച് പറയാം, ക്യാൻസർ ഈസ് ക്യൂറബിൾ ഇഫ് ഡിറ്റക്റ്റഡ് എർലി.